സ്ട്രോങ് ക്യാൻഡിൽ കണ്ടപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. അപ്പം നമ്മൾ എന്തുകൊണ്ട് മുകളിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ എടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പറഞ്ഞു തരാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്, കാരണം ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ് ഫോം ആയത്. അതിന് ശേഷമുള്ളൊരു ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലായിരുന്നു. അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇപ്പുറത്തും ഒരു 5 മിനിറ്റ് കണ്ട് ക്യാൻഡിലും ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലാണ്. നമുക്ക് അവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു, കാരണം അവിടെ നിന്നൊരു ട്രെൻഡ് എടുത്താലും തൊട്ട് താഴെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാതിരുന്നത്. കാരണം അത് ചെറിയൊരു ടാർഗറ്റായി പോകും. അതുപോലെ തന്നെ കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ലെവലിൽ തട്ടി തിരികെ പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ അവോയ്ഡ് ചെയ്തത്. തിരികെ നമ്മളൊരു സപ്പോർട്ട് ഏരിയയിൽ വന്നപ്പോൾ നമ്മളൊരു ട്രേഡിന് പ്ലാൻ ചെയ്തു. പക്ഷേ അത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലല്ല അവിടെ ഫോം ആയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെയും അവോയ്ഡ് ചെയ്തത്. പിന്നെ തിരികെ താഴെ വന്നപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ഏരിയയിൽ നല്ല ഒരു ബുള്ളിഷ് സ്ട്രോങ് ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നൊരു റിജക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ആ ഒരു ലെവല്, താഴത്തെ ഈ ഒരു ലെവൽ നമ്മൾ SLM വെച്ചിട്ടുണ്ട്. ഈ ലെവലെന്ന് പറയുമ്പോൾ ഈ ഒരു താഴത്തെ ലെവൽ SLM വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ടാർഗറ്റ് അതൊക്കെ എന്ന് പറയുന്നത് R1 ആണ്. R1 വരെയാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ R1 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം. നമ്മുടെ ടാർഗറ്റ് R1 വരെ ഉള്ളൂ.
എന്നിട്ട് തിരികെ പോകുമ്പോഴും ഈ ഒരു സംതിങ് നമുക്ക് കിട്ടും പ്രോഫിറ്റായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്.